ശാന്തമാ പ്ലീസ്, അർജന്റ് ഡെലിവറിയാ. ജോലി പോകുന്ന കേസ് പ്ലീസ് 2 മിനിറ്റ് പറയുന്നത് ഇതൊന്ന് കൊടുത്തോട്ടെ. 2 മിനിറ്റ് പോലെ പ്ലീസ് 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 കാന്തമ്മ. സർ ഓൺ ടൈം ഡെലിവറി സർ. താങ്ക് യു സർ. ഇവക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? ഉണ്ടോ? അവൾ ആകെ ചൂടിലാണല്ലോ. അതിലും വലിയ ചൂടാണ് പിസയുടെ ഓണർ. എടുത്തകത്ത് വെക്കും. ഹലോ സർ, ഡെലിവറി കഴിഞ്ഞല്ലോ. ഓക്കെ സർ. ഇത് കാന്തമ്മയുടേതാണല്ലോ. It's beautiful. അന്യരുടെ മുതല് പാമ്പിനെ പോലെയാണെങ്കിൽ കാന്തമ്മയുടെ കമ്മല് പെരുമ്പാമ്പിനെ പോലെ എനിക്ക്. ഇതാ പിടിച്ചോ. എന്താ ടോയ് വാങ്ങ? ഇത് കൊള്ളാലോ, ഭംഗിയുണ്ടല്ലോ. കാന്തമ്മ 400 രൂപ. എടോ ഇത് താൻ പൊട്ടിച്ചല്ലേ? ഇതിന്റെ തലയിലാവൂ. മിസ്റ്റർ സാർ, ഇത് ഞാനല്ല, ആ പെണ്ണ് പൊട്ടിച്ചിട്ട് പോയതാ. അതൊന്നും എനിക്കറിയണ്ട. 400 രൂപ അടച്ചിട്ട് പോകാൻ നോക്ക്. എന്താ സാർ ഇത്? ഫുട്പാത്തിൽ ചെന്നാൽ 4 രൂപയ്ക്ക് 4 എണ്ണം കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ താൻ അവിടെ പോയി കുറെ എണ്ണം വാങ്ങിച്ച് അങ്ങോട്ട് മാറി ഇന്ന് പൊട്ടിച്ച് കളിക്കും. ആ നിങ്ങൾ ഇതാ മതി. എനിക്ക് വേറെ ജോലിയുണ്ട്. ക്യാഷ് തരുന്നോ അതോ പോലീസിനെ വിളിക്കണം? അവരെ വിളിച്ച് അവരിതിന്റെ പൈസ കൊണ്ട് തരും. സാർ പൈസ ഇല്ലാത്തോണ്ടാണ് സാർ. ഹലോ, ആ ബില്ല് ഞാൻ അടച്ചോളാം. നന്ദിയുണ്ട് സാർ, ഒരുപാട് നന്ദിയുണ്ട്. എന്നെ സമയത്തിന് സാർ രക്ഷിച്ചല്ലോ. അതിരിക്കട്ടെ, സാർ ആരാ? എന്നെ അറിയില്ലേ? ഫൈറ്റ് മാസ്റ്റർ ജീവിയാണ് ഞാൻ. എടോ താനല്ലേ ഇന്ന് ട്രാഫിക്കിലൂടെ ബൈക്ക് സ്പീഡിൽ റേസ് ചെയ്തത്? താങ്ക് യു സാർ. സിനിമയിൽ അഭിനയിക്കാവോ? സാർ സഡൻലി ഇത്ര പെട്ടെന്നോ? സിനിമയിലോ? ഹീറോ ഒക്കെ ആയിട്ട്? എടോ ഹീറോ ആയിട്ടല്ല, ഡ്യൂപ്പ്. അതേടോ, എന്റെ സിനിമയിൽ ഒരു ബൈക്ക് എപ്പിസോഡ് ഉണ്ട്. അതിൽ അഭിനയിച്ച 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിത്തരാം. ലക്ഷോ? അതേന്നെ, തനിക്ക് നല്ല ടാലന്റ് ഉണ്ട്, അത് ഉപയോഗിക്കടോ. ഇതാ എന്റെ കാർഡ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലൊക്കേഷനിലേക്ക് വാ. ഓക്കെ ഓക്കെ സാർ. ഓ ആക്ഷൻ. എടാ ഞാൻ നിന്നോട് പറഞ്ഞത് ഇവിടെ നിർത്താനാണോ? ഇത് വലിയ പാടാ. ഹേയ്, നീ വല്ലാതെ തടിച്ചു പോയതുകൊണ്ടാണ്. അത്ര കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാൾ വേണം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഡയറക്ടർ സാറേ, ഇതാ ഞാൻ പറഞ്ഞ പയ്യൻ. ഓക്കെ. ഹലോ സർ. ആ ബണ്ണി, വേഗം ഷോട്ടിന് റെഡിയാവും. ഓക്കെ സർ. സൂപ്പർ മാസ്റ്റർ. ആ പറഞ്ഞ ക്യാഷ് കൃത്യമായിട്ട് ഷൂട്ടിംഗ് ഉടനെ തരാന്ന്. അത് മതി. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ലെന്നേ, ആ കാണുന്ന ബിൽഡിംഗിന്റെ മുകളിൽ ഈ ബിൽഡിംഗ് ഇറങ്ങണം. എന്താ പറഞ്ഞേ? ആ കാണുന്ന ബിൽഡിംഗിന്റെ 10ാമത്തെ നിലയിൽ ചാടി ഈ ബിൽഡിംഗ് ലാൻഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ കാശ് എങ്ങനെ തരും സർ? നീ താഴത്തെ ഉടനെ നന്നയ്ക്കാം. അതിന് ഞാൻ താഴേക്ക് വന്നാലല്ലേ ബൈക്ക് വരും. പക്ഷെ ഞാനിങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. യു ആർ ഫണ്ണി. നോ സർ, ഐ ആം ഫണ്ണി, വെരി സീരിയസ് സർ. ജമ്പ് ജയിച്ച എന്റെ ജീവിതം കട്ട പോകേക്കാൻ നോക്കല്ലേ? ഒരു സെക്കൻഡ് ഫോൺ തന്നെ. താങ്ക് യു സാർ. മോളുടെ ഫോൺ. ഹലോ അച്ഛാ, മധുവാ. ക്ലാസ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. വീട്ടിലേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആവും. അതൊന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഫോൺ ചെയ്തത്. ഇതിനൊക്കെ ഇങ്ങനെ ഫോൺ ചെയ്യുന്ന എന്തിനാ? ശരി ശരി. ഓക്കെ അച്ഛാ. അവൾക്ക് എന്തോ എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്നോ? ശരി സാർ. അതെന്താണെന്ന് അന്വേഷിക്കുക. ആയിക്കോട്ടെ സാർ. അവന്റെ പെർഫോമൻസ് കൊള്ളാല്ലേ? താങ്ക്സ്. എന്താടി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഞാൻ കരുതിയത് ബോയ് ഫ്രണ്ടിനെ വിളിക്കാണെന്നാ. എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല. എന്തിനടി ഇത്ര ചൂടാവുന്നത്? ബോയ് ഫ്രണ്ട് ഉള്ളത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമായി. എപ്പോഴും പഠിത്തം പഠിത്തം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ചൂണ്ടയിടാൻ ഇവക്ക് ഇടുന്ന സമയം. അതേടി,
എനിക്ക് പ്രേമത്തെയും കല്യാണത്തെക്കാളും എന്റെ പഠിത്തമാണ് മുഖ്യം. അതുകൊണ്ടാണോ? അത് മാത്രമല്ല, എന്റെ അച്ഛനാണെങ്കിൽ വലിയ ജാതിഭ്രാന്തന. ഞാൻ ആരെങ്കിലും പ്രേമിക്കുന്ന കാര്യം അറിയുകയാണെങ്കിൽ എന്റെ പഠിപ്പ് നിർത്തിയിട്ട് എന്നെ കല്യാണം കഴിച്ചയക്കും. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയരുത്. ഓക്കെ, പ്ലീസ്. ഹായ്, ഐ ആം ശിൽപ ഫ്രം GMTV. ഈ എപ്പിസോഡിൽ നമ്മൾ യൂത്ത് ഒപ്പീനിയനെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. ഹലോ സർ. ഹായ്, എന്താണ് പ്രശ്നം? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന പാട്ട് ലൈവിൽ വെച്ച് തരും. അങ്ങനെയാണോ? എന്നാ ചോദിച്ചോ. നിങ്ങളുടെ പേര്? ബണ്ണി. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി, അനിയൻ, അനിയത്തി, അപ്പൂപ്പൻ, അമ്മൂമ്മ ഇവരാരുമില്ല. ആരുമില്ല. അപ്പൊ അനാഥനാ? യാ. അതെന്താ നിങ്ങൾ ഇത്ര സന്തോഷത്തോടെ പറയുന്നത്? പിന്നെ നെഞ്ചു തടിച്ച് നിലവിളിക്കണോ ഞാൻ? എന്റെ അച്ഛനമ്മയ്ക്കൊന്നും എന്നെ വേണ്ടാത്തോണ്ട് അവരാരാണെന്ന് ഞാനും തിരക്കിട്ടില്ല. എനിക്കതിൽ പ്രോബ്ലം ഇല്ല. കാരണം എല്ലാവരും എന്റെ ആൾക്കാരാണ്. ഇന്നലെ നമ്മുടെ കാശ് തരാതെ മുങ്ങിയ പെണ്ണില്ലേ, അവള് വന്ന് കാശ് മുഴുവൻ തന്നു. തന്നോ? അവിടെ ഇരിപ്പുണ്ട്. കുഴപ്പമില്ലല്ലോ. ബണ്ണി ബണ്ണി, ഒന്ന് ഹെൽപ്പ് ചെയ്യോടാ. എന്റെ ലവർ ശാന്തിയാ അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഇപ്പൊ പണക്കത്തില്ല. ഈ ലെറ്റർ ഒന്നുകൊണ്ട് അവളുടെ ബുക്ക് വെക്കോടാ. നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? അളിയാ, അതല്ലടാ. ബ്രോക്കർമാരോട് പറയടാ. പ്ലീസ് ഡാ. നിന്നെ മാത്രം എനിക്ക് വിശ്വാസമുള്ള, അതുകൊണ്ടാണ്. പ്ലീസ് ഡാ മോനെ, പ്ലീസ്. അവിടെ ആ ബ്ലൂ ചുരിദാർ പ്ലീസ് ഡാ. നമ്മുടെ പാർട്ടികളാ. ദാദാ, താങ്ക്സ്. ഹായ് കാന്തമ്മ. ലുക്ക്, നിന്റെ കാശ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നോട് മിണ്ടാൻ വന്നേക്കും. പാചകം മടി നിർത്തൂ. ഫുഡ് കൊള്ളില്ല. ഇത് എത്ര ദിവസമായതാ? ലുക്ക് മാഡം, ഈ ഷോപ്പിൽ ഫ്രഷ് ഐറ്റംസേ ഉള്ളൂ. നിന്നെ പോലെയല്ല. എന്താ ശരിയല്ലേ? പിന്നെ മോരവണ്ടി. ഞാൻ പോവാ. ലേറ്റ് ആയാൽ അച്ഛൻ വഴക്കു പറയും. ലെറ്റർ വെച്ചത് അവള് പോടാ. ലെറ്റർ പോയടാ. ഒരു ലെറ്റർ അല്ലേ, അത് പോട്ടടാ. സൂപ്പർ സാമ്പാർ. ഇത് വെറും മധു, എനിക്കല്പം സംസാരിക്കാനുണ്ട്. വേഗം കഴിച്ചിട്ട് വാ. നീ കഴിക്കുമോളെ. പേര് അരവിന്ദ്, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. നമ്മുടെ സമുദായത്തിലെ ഒരു വലിയ കോടീശ്വരൻ. നിന്റെ ഫോട്ടോ കണ്ടപ്പോ തന്നെ അയാൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അടുത്ത മാസം 10-ാം തീയതിയാ കല്യാണം. കല്യാണത്തിന് ഇനി 10-20 ദിവസം പോലും തികച്ചില്ല. ഇൻവിറ്റേഷൻ കാർഡ് ഇന്ന് കിട്ടും. വിളിക്കേണ്ടവരുടെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഒരാളെ പോലും വിട്ടുപോകരുത്. ശരി സാർ. ഇത്ര പെട്ടെന്ന് കല്യാണത്തിന് ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? തെറ്റൊന്നും ചെയ്തില്ലേ നീ? സാർ, എന്റെ മോള് നീ എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞത്? നേതാജി സർക്കിളിലൂടെ ഒരു പയ്യന്റെ കൂടെ വണ്ടി പോകുന്നുണ്ട്. എനിക്ക് അവനോട് യാതൊരു ബന്ധമില്ല. അന്നൊരു ദിവസം പിസ്സ ഹട്ടിൽ വെച്ച്. മിണ്ടരുത്. അവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ നിന്റെ ബുക്കിനകത്ത് അവന്റെ ലവ് ലെറ്റർ എങ്ങനെ വന്നു? എനിക്കറിയില്ല അച്ഛൻ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. എന്നെ വിശ്വസിക്കണം. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലടാ നിന്നോട്. ആരും ഇടപെട്ട് പോകരുത്. നമ്മുടെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പുറത്തു പോയാൽ ഒറ്റ വോട്ടേ പോകത്തുള്ളൂ. എന്നാൽ എന്റെ മോളാണ് പോകുന്നതെങ്കിൽ ആ ഒറ്റ വോട്ട് 1,00,000 വോട്ടിന് തുല്യമാണ്. വേണ്ടിപ്പോകരുത്. തീരുമാനിച്ച കല്യാണം നടക്കും. നിന്റെ പഠിത്തവും ആട്ടവും ഒക്കെ ഇനി നിർത്തിക്കോ. മധു, ഇത്രയും കാലം നീ കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ വെറുതെ ആയല്ലോ. ഇതിനെല്ലാം കാരണം ലെറ്ററാ. അതവളുടെ ബുക്കിൽ വെച്ചവൻ ആരായാലും അവൻ എന്റെ കയ്യിലെങ്ങാനൊന്ന് കിട്ടിയിരുന്നെങ്കിയാ. ഡോക്ടർ അമ്മമാരെന്താ ഒരു ഗൂഢാലോചന? എടി പൊന്നമ്മേ, മാറ്. തങ്കമ്മേ, അരെ ശാന്തമ്മ സിംഗേ. എടോ കാന്തമ്മേ, ഇന്നലെ മിസ്റ്റേക്ക് പറ്റി ഒരു ലെറ്റർ തന്റെ ബുക്കിൽ ആയിക്കോട്ടെ. അത് തനിക്കുള്ളതല്ല, ശാന്തിക്ക. അങ്ങ് കൊടുത്തേക്ക്. വിജയ് തന്നാ താങ്ക്സ്. ഇങ്ങനെ പറഞ്ഞ എങ്ങനെ മനസ്സിലാവുന്നത്?
വന്നത്? ആരെങ്കിലും ഒരാൾ പറ. എങ്ങനെയാ പറയേണ്ടത്? എന്റെ ജീവിതം നശിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായില്ലേ? ഈ കല്യാണം നടന്ന് നീ എന്റെ ശവമായിരിക്കും പിന്നെ കാണുന്നത്. അപ്പോഴേ നിനക്ക് മനസ്സിലാവും നീ എത്ര വലിയ തെറ്റാ ചെയ്തെന്ന്. ഇങ്ങനെയൊക്കെ ആവുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഐ എം റിയലി വെരി സോറി. ഞാൻ അറിയാതെ ചെയ്തു പോയത് തെറ്റാണെങ്കിലും തനിക്ക് വേണ്ടി ഞാൻ ഇതിനെ പ്രായശ്ചിത്തം ചെയ്യും. ഇറ്റ്സ് എ പ്രോമിസ്. അളിയ ബണ്ണി ടെൻഷൻ അടിക്കാതെ. കല്യാണം നടത്താനാ പാട്, മുടക്കാൻ ഒരു പാടുമില്ല. അതിരിക്കട്ടെ, പയ്യനാരാണെന്ന് പറ. ഏതോ ഒരു DCP അരവിന്ദ്. DCP അരവിന്ദോ? വേണ്ടടാ, അയാൾ ഇടിയിൽ PhD എടുത്തവനാ. എന്താളിയാ നീ കോളേജ് പിള്ളേർ ഇടിച്ച പോലെ ഇത് അത്ര ഈസി ആണെന്നാണോ? ആ DCPക്ക് തോക്ക് വെറും പേന പോലെ അറിയോ? എടാ അളിയ, സൂപ്പർ ഐഡിയ ഉണ്ട്. ആ DCPക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാലോ? വേണ്ട, ഇനി നിങ്ങളുടെ ആരുടെ ഐഡിയ ഒന്നും ആവശ്യമില്ല. ഹലോ സർ, DCP അരവിന്ദാണോ സർ? യാ സ്പീക്കിംഗ്. സർ, എന്റെ പേര് ബണ്ണി എന്നാ. സർ, എനിക്ക് സാറിനെ ഒന്ന് പേഴ്സണലായിട്ട് കാണണം. എടാ അളിയ, നീ പോയി എന്താ പറയാൻ പോകുന്നത്? എന്താ പറയണമെന്ന് അറിയില്ല. എങ്ങനെ കല്യാണം മുടക്കിയേ പറ്റൂ, അത് മാത്രമേ അറിയൂ. വിജയ, എന്താ അളിയ? ഞാൻ ട്രൈ ചെയ്യുന്നത് നടന്നില്ലെങ്കിൽ ഡൗട്ടേ വേണ്ട, ഡെഡ് ബോഡിയാ. നീ പേടിക്കാടാ, ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ പറഞ്ഞ എന്റെ കാര്യമല്ലടാ, പിന്നെ നിന്റെ കാര്യമാ ഞാൻ പറഞ്ഞത്. എല്ലാം നീയായിട്ട് വരക്ക് വെച്ചല്ലേ. ഞാൻ വരട്ടെ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. സാർ ആ, ശരി സാർ. അളിയ, കുഴപ്പമുണ്ടെങ്കിൽ മിസ് കാണിക്കണേ. ഓടി രക്ഷപ്പെടാനായിരിക്കും. എവിടെ അവന്മാര്? ശരിയാക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ മാറ്. സാർ, ഞാൻ ഫോൺ ചെയ്തില്ലേ? വാട്ട് ഫോൺ? ഇന്നലെ ഒരു പേഴ്സണൽ കാര്യം പറയണമെന്ന് പറഞ്ഞ്. ഓ ബണ്ണി, സിറ്റ് സിറ്റ്. താങ്ക് യു സാർ. വാട്ട്സ് ദ മാറ്റർ? സാർ, സാർ അത് മധുമതിയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. യെസ്, ഓഫ് കോഴ്സ്, ഞാൻ തന്നെ. എന്താ കാര്യം? സാർ, അതെ അതെ. കം ഓൺ മാൻ, ടൈം പോകുന്നു. സാർ, സാർ, ഈ മാരേജ് നടന്നുകൂടാ സാർ. വാട്ട്? എന്താ എന്താ പറഞ്ഞേ? വൈ? കമോൺ കമോൺ ടെൽ മീ. എന്താ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞേ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? കമോൺ കമോൺ. എന്റെ കല്യാണം മുടക്കാൻ വന്നാണോ? യു വാണ്ട് ടു സ്റ്റോപ്പ് മൈ മാരേജ്? നോ നോ. നീ എന്തിനാ അങ്ങനെ പറയുന്നത്? വൈ ഡിഡ് യു ടെൽ മീ ദാറ്റ്? ഏയ്, അതിനെന്തെങ്കിലും കാരണമില്ല നീ പറയില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? പറയണം. കാരണം ഉണ്ടെങ്കിൽ അത് പറയാൻ നീ പറയുന്നു. അതോ? ഞാനും മധുമതിയും കുറെ നാളായിട്ട് പ്രേമത്തിലാണ് സാർ. ഞാൻ പ്രേമിക്കില്ല. ഞാൻ പ്രേമിക്കില്ല സാർ. പ്ലീസ് പ്രോമിസ് സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ, പ്ലീസ്. നിന്റെ ജോലി എന്താ? വാട്ട്? പിസ്സ ഡെലിവറി. പിസ്സ ഡെലിവറി ബോയ്? ആ പെണ്ണിന്റെ റേഞ്ച് എന്താണെന്ന് എനിക്കറിയോ? യു നോ മൈ സ്റ്റാറ്റസ്. അവളെ ഞാൻ മഹാറാണിയാക്കും. മഹാറാണിയാക്കൂടാ ഞാൻ. എന്നാ നീയോ? ലുക്ക്, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എന്നാലും അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നുള്ളൂ. നിനക്ക് എന്ത് ചെയ്യാമെങ്കിലും ചെയ്തോ. ഞാൻ പൊക്കോളാം സാർ. സാർ അവളെ തന്നെ കല്യാണം കഴിച്ചോ. പക്ഷെ നിങ്ങളുടെ കല്യാണം നടക്കുന്ന ആ നിമിഷം തന്നെ എന്റെ മധുമതി സങ്കടം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തിലേക്ക് നോക്കിക്കോ സാർ. അവള് പോയ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല.
അവള് പോയിടത്തേക്ക് ഞാനും പോവും. അവള് പോയിടത്തേക്ക് ഞാനും പോവും സാർ. പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. അല്ലെങ്കിൽ സാറ് കണ്ടോ? അടുത്ത ഡെലിവറിക്ക് സമയമായി. പോവാം. അല്ല അളിയ ഇത് വർക്കൗട്ട് ആവൂ? പിന്നെ ആ DCP നമ്മുടെ പെർഫോമൻസിൽ ഫ്ലാറ്റ് ആയില്ലടാ. നിങ്ങൾ തമ്മിൽ പ്രേമിക്കുന്ന കാര്യം ആ DCPയോട് പറഞ്ഞൊക്കെ ശരി, അക്കാര്യം ആ പെണ്ണിനോട് പറഞ്ഞ? അവളോട് എന്തിനാടാ പറയുന്നത്? ഒരുപക്ഷെ DCP അത് ആ പെണ്ണിനോട് ചോദിച്ചാ? എന്റെ ഈശ്വര, ഇന്നാ DCPയുടെ കൈക്ക് ജോലിയാവുമല്ലോ. എക്സ്ക്യൂസ് മീ, ഇവിടെ മധുമതി തേർഡ് ഇയർ, ഒരു സെക്കൻഡ് വിളിക്കാമോ? സാറ് വുഡ് ബി, അങ്ങനെ പറയൂ. ഓക്കെ സാർ. ഈശ്വര. സാർ, യൂണിവേഴ്സിറ്റി കോളേജിൽ നമ്മൾ ഗംഭീരടി സാർ. രണ്ടുപേരെ സ്പോട്ടിൽ തീർന്നു പോയി സാർ. സാർ പെട്ടെന്ന് വരണം, എന്തെങ്കിലും ചെയ്യണം. ഹലോ ഹലോ സാർ, വേഗം വരണം സാർ, വേഗം വേഗം വരണം. നാളെ മുതൽ ഞാൻ കോളേജിൽ വരില്ല. കല്യാണം കഴിഞ്ഞാലും നിനക്ക് പഠിക്കാവുന്നല്ലേ ഉള്ളൂ. അതിന് അയാൾക്ക് സമ്മതമില്ലാന്ന്. മധുമതി, കുട്ടിയെ കാണാൻ വേണ്ടി ആരോ വന്നിരിക്കുന്നു. ആരാ? ഉഡ്ബിയാണെന്നാ പറഞ്ഞത്. ഇവനോ? ഏയ് ഏയ്, നീ എന്റെ ബുദ്ധിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണോ അങ്ങനെ പറയുന്നത്? പിന്നെ എന്താ നീ പറഞ്ഞത്? നമ്മൾ രണ്ടുപേരും ലവേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞോളൂ. What? നമ്മൾ തമ്മിൽ ലവ് ആണെന്ന് പറഞ്ഞോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അയ്യോ, ആ DCP ആയിട്ട് രണ്ടുപേരും തട്ടും. അപ്പോ ആ DCPയോട് നീ പറഞ്ഞോ? അയാളോട് പറയാതിരുന്ന എങ്ങനെയാ? ഞാൻ അങ്ങനെ പറഞ്ഞതേ DCPയോടാ. DCPയോടോ? എടാ വെന്റലേ, അയാളോട് എന്തിനാ അങ്ങനെ പറഞ്ഞേ? എടോ, ആ കല്യാണം മുടക്കാൻ വേണ്ടി വേറൊരു വഴിയില്ലാത്തോണ്ടാ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. ആ DCP ഒന്ന് ചോദിച്ചാലും താൻ അങ്ങനെ പറയാവൂ പ്ലീസ്. നിന്നെ ഞാൻ പ്രേമിക്കുന്നു പറയാനോ? നോ, ഇംപോസിബിൾ. എടോ, അങ്ങനെ പറഞ്ഞാൽ തന്റെ കല്യാണം നടക്കില്ല. താൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ DCP എന്നെ കൊന്നുകളയും. അതുകൊണ്ടാ പ്ലീസ്. വേറെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ പ്രേമിക്കുന്നു മാത്രം ഞാൻ പറയില്ല. പ്ലീസ്, അല്ലെങ്കിൽ DCP എന്നെ. ആർക്കാതൊരു ധൈര്യം? എന്നെ വിളിച്ച് കള്ളം പറഞ്ഞാണെന്നോ? ഷിറ്റ്, അവൻ ആരാണെന്ന് വേഗം അന്വേഷിക്കേ. ഐ ഹാവ് സം പേഴ്സണൽ വർക്ക്. നീ ഇവനെ പ്രേമിക്കുന്നുണ്ടോ? പറയാൻ. എത്ര നാളായി? 5 വർഷമായി. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചൂടെ? പഠിത്തം പൂർത്തിയാക്കിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. എന്നോട് നേരത്തെ പറയായിരുന്നല്ലോ. എന്റെ സ്റ്റാറ്റസ് എന്താണെന്നറിയില്ലേ? എന്ത് സ്വപ്നങ്ങളാ ഞാൻ കണ്ടെന്നറിയോ? നിനക്ക് വേണ്ടി കാഞ്ചീപുരത്തുനിന്ന് 100 പട്ടുസാരിയാ ഞാൻ വാങ്ങിയത്. സാർ, വേണമെങ്കിൽ പട്ടുസാരി മുഴുവൻ ഞാൻ വിദ്യാഭ്യാസം. ഇക്കാര്യം നിന്റെ അച്ഛനറിയാമോ? അയ്യോ സാർ, അദ്ദേഹത്തോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാർ ഒരു ജെന്റിൽമാൻ ആയതുകൊണ്ട് ആരാടാ സാറിനോട് പറഞ്ഞ ഞാൻ ജെന്റിൽമാൻ ആണെന്ന്? I am not a gentleman. 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 ഞാൻ ജെന്റിൽമാനെ അല്ല. I am not a gentleman. I am not a gentleman. I am not a gentleman. മധു, അന്ന് കണ്ട ലെറ്റർ എനിക്കുള്ളതായിരുന്നു എന്ന് ഞാൻ എന്റെ ഡാഡിയോട് പറയട്ടെടി. ഇനി എന്ത് പറഞ്ഞിട്ടെന്താ? എന്റെ പേടിയല്ല DCP വന്ന് എന്റെ അച്ഛനോട് ഇതൊക്കെ പറയൂ എന്നുള്ളതാ. അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. എന്നെ കുറിച്ച് അവൻ എന്താ വിചാരിച്ചേ? എന്റെ തല കുനിപ്പിച്ചു കളഞ്ഞില്ലേ അവൻ? അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കാം. എങ്ങനെ വിഷമിക്കാതിരിക്കും? എനിക്കുണ്ടായ അവമാനം എത്രത്തോളമാണെന്ന് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ലടാ. എന്ത് പറ്റിയടാ? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? ആ DCP തെണ്ടി പറയുക അവനിപ്പോ ഉടനെ കല്യാണം വേണ്ടെന്ന്. കാര്യം എന്താടാ? ആർക്കറിയാം? എത്രയൊക്കെ ചോദിച്ചിട്ടും പറഞ്ഞു തുളയ്ക്കണ്ടേ അവൻ?
കാര്യം പറഞ്ഞോട്ടെ? എന്താ? അന്ന് കണ്ട ആ ലെറ്റർ എനിക്കാരും തന്നതല്ല. ഇവളുടെ ബോയ്ഫ്രണ്ട് ഇവൾക്ക് എഴുതി കൊടുത്തതാ. അതെ അങ്കിൾ, ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ചാ ആ ബുക്സ് എന്റെയാണെന്ന് കരുതി. വെക്കോ, മേലാൽ എന്റെ മോളോട് മിണ്ടിപ്പോകരുത്. അച്ഛാ, ഏതായാലും കല്യാണം മുടങ്ങിപ്പോയില്ലേ? ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് അച്ഛന് മനസ്സിലായല്ലോ. നാളെ മുതൽ ഞാൻ കോളേജിൽ പോയിക്കോട്ടെ അച്ഛാ, പ്ലീസ്. എന്താ കാന്തമ്മ മേഡം, നല്ല ഹാപ്പിയിലാണല്ലോ. അപ്പൊ കല്യാണം മുടങ്ങിയല്ലേ? എന്നിട്ടാണ് ഒരു താങ്ക്സ് പോലും പറയാത്തെ? എന്തിനു പറയണം? താൻ തെറ്റ് ചെയ്തിട്ടല്ലേ സോൾവ് ചെയ്യേണ്ടി വന്നത്? ഇതിനത്ര റിയാക്ഷനോ? ഒറിജിനൽ ഗണ്ണ അയാൾ എന്റെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അന്നേരത്തെ എന്റെ അവസ്ഥ താനൊന്ന് ആലോചിച്ച് നോക്ക്. ജസ്റ്റ് മിനിറ്റ്. ഹലോ സാർ, 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 സാർ. ശരി സാർ. സാർ, ഓക്കെ സാർ. ആരാ? നമ്മുടെ DCP-യാ. നമുക്ക് രണ്ടുപേർക്കും വേണ്ടി ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഞാനെങ്ങും വരില്ല. വരണ്ട, അല്ലെങ്കിലേ പോലീസുകാർക്ക് സംശയം കൂടുതലാ. സത്യം പറഞ്ഞാൽ വീണ്ടും താനുമായിട്ടുള്ള കല്യാണം ഫിക്സ് ചെയ്യും. അത് മുടക്കം എന്നെ വിളിച്ചേക്കരുത്. ഞാൻ വരുന്നില്ല. പ്ലീസ്, 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 പ്ലീസ്. ഐ എം സോറി ബണ്ണി. ഇന്നലെ ഞാൻ നിന്നോട് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു. ആക്ച്വലി ഐ എം എ ജെന്റിൽമാൻ. ഈ ക്രിമിനൽസും പോലീസുകാരും അവരുടെയൊക്കെ ഇടയിലുള്ള ജീവിതമല്ലേ മോശമായി, പാടില്ലായിരുന്നു, മോശമായി പോയി. എനിവേ, യു ആർ മൈ ടു ബ്യൂട്ടിഫുൾ റോസസ്. ഐ എം സോറി. സാരമില്ല സാർ, ഞങ്ങളുടെ സ്നേഹം സാറ് മനസ്സിലാക്കിയല്ലോ, എനിക്കത് മതി. യു നോ മധു, ബണ്ണിയുടെ ക്യാരക്ടർ നിനക്ക് നല്ലതുപോലെ അറിയൂ. തന്നെ പോലെ എടുത്തുണ്ടായാൽ മതി ആ പ്രദേശത്തുള്ള മൊത്തം പെൺകുട്ടികളുടെ ജീവിതം വേസ്റ്റ് ആവാൻ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഫസ്റ്റ് ടൈം നിങ്ങൾ രണ്ടുപേരും എങ്ങനെ കണ്ടുമുട്ടിയത്? ഇഫ് ഇറ്റ്സ് പേഴ്സണൽ then forget it. അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ പറയാം. Tell me. അതൊരു ദീപാവലി ദിവസമായിരുന്നു. ഓർഡർ ചെയ്ത പിസ ക്യാൻസൽ ആയി പോയ വിഷമത്തിൽ ഞാൻ റോഡിൽ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ കിലുകിലാന്നൊരു പെണ്ണിന്റെ ശബ്ദം കേട്ടു. അല്ലേ, ഈ പെണ്ണിന്റെ വോയിസ് എത്ര സ്വീറ്റ് ആണെങ്കിൽ അവളെ കാണാൻ എങ്ങനെയായിരിക്കും ആകാംക്ഷയിൽ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പൊ ഇരുട്ടത്ത് 2 കുട്ടികളോടൊപ്പം ആ പെണ്ണ് കാറിൽ വന്നിറങ്ങി. എന്നിട്ട് പൂത്തിരിക്ക് തീ കൊളുത്തി. ആ തീപ്പൊരികളുടെ വെളിച്ചം അവളുടെ മനോഹരമായ കാലുകളിലും അവളുടെ അരക്കെട്ടിലും ആ കഴുത്തിലും അവളുടെ ഫേസിലെല്ലായിടത്തും. സിനിമ പിടിക്കാൻ പോയാൽ നന്നായിരിക്കും. എക്സാക്ട്ലി, പോലീസ് ആയതുകൊണ്ടല്ലേ സീൻ പറഞ്ഞപ്പോഴേക്കും ക്യാരക്ടർ പിടിച്ചെടുത്തത്. ആദ്യമായി കണ്ടുമുട്ടിയ സീൻ ചോദിച്ചപ്പോ ഇത്രയും പറഞ്ഞെങ്കിൽ പ്രേമത്തെ കുറിച്ച് ചോദിച്ച എന്തായിരിക്കും? സർ, സാർ സിനിമകളൊന്നും കാണാറില്ലേ സർ? No, 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 I don't like movies. അവർ കാണിക്കുന്നെല്ലാം വെറും വിഡ്ഢിത്തങ്ങളാ. അത് ശരിയാ. ഇനി ക്ഷേത്രത്തിലൊരു സീൻ, ഹോട്ടലിലൊരു സീൻ, എയർപോർട്ടിലൊരു സീൻ, ധാരാളം സീൻസ് ഉണ്ട് സർ. Oh, no need, man. Enough. ഒറ്റ സീൻ.